ഹലോ എവരി വൺ, വെൽക്കം ടു റെച്ചോ സ്റ്റേറ്റ്സ് ബഡ്സ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു റെസിപ്പി വീഡിയോ ആണ്. ഒരു ഫ്രൂട്ടിയുടെ റെസിപ്പി. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട ഒരു റെസിപ്പി തന്നെയാണ്. ഇതിന് മാംഗോ വേണം. ഞാൻ എടുത്തേക്കുന്ന ഒരു 1.5 കിലോ മാംഗോ, ഓൾമോസ്റ്റ് 1.5 കിലോ മാംഗോ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 1 റോ മാങ്ങ ഉണ്ട്. പഴുത്ത മാങ്ങ ഒരു 1.5 കിലോ, പഴച്ച് ഒരു മാങ്ങയുള്ളൂ. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പം ഞാൻ ആദ്യം പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ ആദ്യം പഴുത്ത മാങ്ങ ഇടുകയാണ്. കട്ട് ചെയ്ത് മാറ്റി വെച്ച് പഴുത്ത മാങ്ങ ആദ്യം നമ്മൾ പാത്രത്തിലേക്ക് ഇടുകയാണ്, പാനിലേക്ക് ഇടുകയാണ്. പിന്നെ നല്ല പഴുത്ത മാങ്ങ നോക്കി, നല്ല ഫ്ലഷി ആയിട്ടുള്ള മാങ്ങ നോക്കി നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് പച്ച മാങ്ങയുടെ നാടൻ മാങ്ങ. നല്ല പുളിപ്പുണ്ടായിരുന്നു, നല്ല പുളി ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഒരു മാങ്ങ ഇട്ടത്. അപ്പം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഓൾമോസ്റ്റ് അതൊരു ഇതിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ ഇപ്പം വെള്ളം ഒഴിക്കണം. ഞാനിതിൽ 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 1/2 കപ്പും കൂടി, അരയില്ല, ഒരു 1/4 കപ്പും കൂടിയാണ്. 1/2 കപ്പ് ഒഴിക്കാം. നമുക്കിത് ജ്യൂസാണത്, എന്താ പറയുക, ഹോം മെയ്ഡ് ഫ്രൂട്ടി ആണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് വീട്ടിൽ നമ്മുടെ ആവശ്യത്തിനല്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. നമ്മുടെ വീട്ടിലെ ആൾക്കാരെങ്ങനെയുണ്ട്, ഇത്ര വേണം, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒഴിക്കാം. വെള്ളം ചൂടായി ഇത് ചെറുതായിട്ട് കുക്കായി വരണം. അപ്പം അതിനുള്ളൊരു ടൈം കൊടുക്കുക. കണ്ടോ, ഇനിയിപ്പോൾ അത് ചെറുതായിട്ട് താളയൊക്കെ വന്നിട്ടുണ്ട്. നല്ലോണം ബോയിൽ ചെയ്ത് ഇങ്ങനെ ബബിൾസൊക്കെ വന്നു തുടങ്ങി. അപ്പം നമ്മൾ ഷുഗർ ആഡ് ചെയ്യണം. ഞാനിതിൽ ടോട്ടലായിട്ട് 2 കപ്സ് ഷുഗറാണ് എടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 ml ഒരു കപ്പാണ്. അതിൽ 2 കപ്പ് ഷുഗർ എടുക്കുന്നത്. പല തവണയായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി എനിക്ക് ആകെ ഒരു ഡൗട്ടായിരുന്നു. പിന്നെയും ഞാൻ ആഡ് ചെയ്ത് കണ്ട ഒരു 1/2 കപ്പ് വീണ്ടും ഒരു ഡൗട്ട്, ഇനിയിപ്പോൾ കൂടിപ്പോയാലോ എന്ന് പറഞ്ഞൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ടോട്ടലായിട്ട് ഞാൻ 2 കപ്സാണ് ആഡ് ചെയ്തിരുന്നത്. നമ്മളതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വിട്ട് കൊടുക്കുകയാണ്. കണ്ട, ബാലൻസ് ഉണ്ടായിരുന്ന ഒരു 1/2 കപ്പും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നത്. മൊത്തം ടോട്ടൽ ഞാൻ 2 കപ്സാണ് ആഡ് ചെയ്തിരുന്നത്. നന്നായി ബോയിൽ ചെയ്ത് വന്നു. അത് നമ്മൾ നല്ലോണം ഒരു സ്ട്രെയിനർ വെച്ച് നല്ലോണം സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. കാരണം അത് സിറപ്പൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ലൂസായി വരുള്ളൂ. നന്നായിട്ട് അരച്ചെടുക്കണം. സ്ട്രെയിൻ ചെയ്ത് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രമല്ല, അത് നന്നായിട്ട് വീണ്ടും ഇതിൽ മാങ്ങയിൽ വല്ല നാരൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി സ്ട്രെയിനറിൽ വെച്ച് ഒന്നും കൂടി ഇതാക്കിയെടുത്ത് സ്ട്രെയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4 കിലോ നല്ല പൾപ്പ് മാത്രമായി കിട്ടി. അതിൽ നമ്മൾ എന്ത് ചെയ്തു, നല്ലോണം തണുത്ത് നമ്മൾ ബോട്ടിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ ഇതാക്കിയേക്കുന്നത്. ഇനി ഇതാണ്, ഇത്രയാണ് വീട്ടിൽ മോള് വെക്കേഷൻ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയായിരുന്നു. കുറേ നാൾ കൂടിയിട്ടാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ ഓപ്പണായി. അപ്പം മോളാണ് ബാക്കിയുള്ള ഇതിൻ്റെ മോളാണ് അത് പറഞ്ഞത്. ലൈവ് വോയിസ് എടുത്തതാണ് കേട്ടോ. കേട്ട് നോക്കൂ. Add some orange juice. And add some fresh water. And some fresh water too. And stir it and mix it well. And Mama.